അപ്പം ഇന്ന് കോസ്മെറ്റിക് അക്യുപഞ്ചറിൽ നമ്മൾ പുതിയ സ്കിൻ ഡെവലപ്പ് ആകുമ്പോഴുള്ള കോസ്മെറ്റിക് ഇഷ്യൂസ് എന്തൊക്കെ ചേഞ്ചസ് ആണ്. അപ്പോൾ ഇതൊരു പിഗ്മെൻറ്റേഷൻ കേസാണ്. അപ്പോൾ ആൾക്ക് ഞാൻ ഒരു 3 സെഷനാണ് ഇനിഷ്യൽ സ്റ്റേജിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ 2 സെഷൻ കഴിഞ്ഞു. അപ്പോൾ പിഗ്മെൻറ്റേഷൻ്റെ കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ ആൾക്ക് നല്ല രീതിയിൽ ഈ അല്ലേ എങ്ങനെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ഇപ്പോൾ എങ്ങനെ എന്തൊക്കെയാണ് മൂക്കിൽ അല്ലേ, മൂക്കിൽ ലൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ അല്ലേ നമുക്ക് ഈ ലിപ്പ് ഏരിയയിലൊക്കെ നല്ല ഉണ്ടായിരുന്നു, അതിനൊക്കെ ലൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെവി ആയിട്ടുള്ള ഏരിയയിലുള്ള ഈ പ്രോബ്ലമാണ് നമുക്ക് മാറേണ്ടത്. അതുകൊണ്ടാണ് 3 സെഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നാച്ചുറൽ എക്സ്ഫോളിയേഷൻ വഴി ഇതിനങ്ങ് മാറ്റം വന്നോളൂ. പക്ഷേ അതിനോടൊപ്പം ആൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആളുടെ കൈയും അതേപോലെ റിങ്കിൾഡ് ആയിരുന്നു. അതായത് ഒരു മസിൽ തിന്നിങ് കേസും കൂടെ ആയിരുന്നു. അപ്പം മസിൽ തിന്നിങ്ങിന് അല്ലേ എങ്ങനെയാ ഇപ്പം എന്ത് പറയുന്നത്, കൈക്കൊക്കെ നല്ല ഇപ്പോൾ ഒരു വണ്ണം വെച്ചോട്ട് ആയില്ലേ, എല്ലാവരും ചോദിക്കുന്നുണ്ട് നീരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ആള് ഒരു മസിൽ തിന്നിങ് കേസായിരുന്നു. ഫേസും അതായിരുന്നു, ഹോളോനെസ് ആയി പോകുമായിരുന്നു, നല്ല രീതിയിൽ ഡൗൺ സ്റ്റേജിലായി പോകുമായിരുന്നു. അപ്പം നമുക്ക് കണ്ടാൽ നല്ല രീതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു സ്കിന്നിനൊക്കെ ബൾക്കിനെസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതോടൊപ്പം നാച്ചുറലി ഇതൊരു എക്സ്ഫോളിയേഷനും കൂടെ വന്നു പോകും കേട്ടോ. അപ്പം നമുക്ക് അതായത് നമുക്ക് ഏജിങ് സൈൻസ് ഒക്കെ ഒന്ന് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ റിങ്കിൾസിന് അല്ലേ, നല്ല റിങ്കിൾസ് ഇല്ലായിരുന്നോ, ഐ ഏരിയയും ഒക്കെ നല്ല റിങ്കിൾസാണ്, അതിനൊക്കെ മാറ്റം കിട്ടി. നമ്മൾ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുന്നത് നാച്ചുറലി അത് എക്സ്ഫോളിയേറ്റ് ആയി പോകുന്നത് കൊണ്ട് ഒരു ലെവലിലോട്ടാണ് നമ്മളെ എത്തിക്കുന്നത്.